Praise God. Hallelujah. Hallelujah. ഇന്ന് രാവിലെ വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവിന്റെ വചനം കേൾപ്പാൻ ഈ അവസരം ലഭിച്ചല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. We thank God for the opportunity we have received to listen to the word of God even this morning. നമ്മുടെ എല്ലാവരുടെയും പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ, വിഷാദ രോഗത്തെ എങ്ങനെ നേരിടാം, വിശേഷാൽ വിഷാദ രോഗത്തെ നമ്മളെങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ നേരിടാം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്. We have been hearing on how to deal with practically our mental illness and depression and anxiety, those things associated with that. ഇന്നത് കണ്ടിന്യൂ ചെയ്യാൻ തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to continue on that subject even this morning. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഈ ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം എന്താണ്, We have seen what depression is in the last couple of അതിന്റെ weeks. അടയാളങ്ങൾ, അതിന്റെ സിംപ്റ്റംസ് എന്താണ്, We looked at the symptoms of depression. അതെല്ലാം നമ്മൾ കണ്ടു. We have seen all those. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ബിബ്ലിക്കൽ എക്സാമ്പിൾസ്, ഇതിൽ കൂടെ കടന്നുപോയ ബൈബിൾ ക്യാരക്ടേഴ്സ്, അതുപോലെ സെക്കുലറായിട്ട് കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാരെങ്ങനെ അതിൽ കൂടെ കടന്നുപോയി. Last week we looked at a few examples from the scripture as well as the secular examples of people who have dealt with these difficulties. ഇന്ന് ഞാൻ അതിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ചില കോൺസിക്വൻസസ്, അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ ദീർഘനാളുകളിൽ അനുഭവത്തിലായിരുന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ള അതിന്റെ പരിണിത ഫലങ്ങളെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Today we want to talk about the consequences of if these prolonged symptoms continue in your life, what happens? എങ്ങനെയാണ് ഈ വിഷാദ രോഗത്തെ, ഡിപ്രഷനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളത് ഒരു രോഗനിർണയം നടത്തുന്നത്? How do we diagnose depression? That is also part of our conversation. കഴിഞ്ഞ ദിവസം പറഞ്ഞത് പിന്നെ ഞാൻ ആവർത്തിക്കാം. ഇത് അഗൈൻ ഒരു ക്ലിനിക്കൽ ഒരു സൈഡിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. Yeah, I want to repeat what I've shared in the beginning, that this is not talking about a clinical aspect of depression. ഞാൻ ഡോക്ടർ കുര്യാക്കോസ് അല്ല. I'm not Dr. Kuriakos. ഞാനൊരു പാസ്റ്റർ കുര്യാക്കോസാ. I'm Pastor Kuriakos. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശേഷാൽ നമ്മുടെ ആത്മീക ജീവിതത്തോട് ചേർന്ന് കിടക്കുന്ന, അതിനെ എങ്ങനെ മനസ്സിലാക്കണം, ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാം. So I am talking to you about spiritually how do we deal with depression, and that's the subject matter. ഒരു രണ്ട് വാക്യം വായിച്ച് നമുക്ക് ആരംഭിക്കാം. 77-ാം സങ്കീർത്തനം, അതിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. Psalms 77 verses 2 through 4. അവിടെ സങ്കീർത്തനക്കാരൻ കർത്താവിനോട് പറഞ്ഞു, കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു, എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു, ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു, ഞാൻ ധ്യാനിച്ചു, എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു, നീ എൻ്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു, സംസാരിപ്പാൻ കഴിയാതെ വണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു. It says, when I was in distress I sought the Lord, at night I stretched out untiring hands, and my soul refused to be comforted. I remember you, O God, and I groaned, I mused, and my spirit grew faint. You kept my eyes from closing, I was too troubled to speak. ദൈവത്തെ അടുത്ത് അറിഞ്ഞ അനുഭവിച്ച സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ വ്യാകുലപ്പെടുകയാണ്, എൻ്റെ ആത്മാവ് വിഷാദിക്കുക, എൻ്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുകയാ, സംസാരിപ്പാൻ എനിക്ക് കഴിയാതെ വണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു. The psalmist who knew God very closely and intimately, he's saying that I am distressed and I am seeking the Lord because I'm not able to sleep. I'm growing faint in my body. ഞാനിത് വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നതും ആവർത്തിച്ച് ഓർപ്പിക്കുന്നതും നമ്മളിൽ ആരും വിചാരിക്കരുത് ഈ വിഷാദ രോഗമെന്നോ ഡിപ്രഷൻ എന്നോ പറയുന്ന അനാത്മീകർക്കുള്ളതാണ്. And so I am repeatedly pointing this out because I don't want anybody to get the idea or concept that depression is for somebody unspiritual. ഒരുപാട് ആത്മീകരായവരും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരും വളരെ മച്യൂരിറ്റിയോടെ കാര്യങ്ങളെ കാണുന്നവരും ഒക്കെ ഡിപ്രഷനിൽ കൂടെ കടന്നുപോയി. So many people who are saints of God, who are spiritually well equipped and gone through difficulties of depression in their lives. അമേരിക്കയിൽ മാത്രം ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുന്നവർ ഏതൊരു വർഷത്തിലും ഏതാണ്ട് 10 ദശലക്ഷം ആളുകൾ കണ്ടേക്കാമെന്നാണ് പറയുന്നത്. And in America itself there says about 10 million people go through depression on a daily basis. പച്ച മലയാളത്തിൽ പറഞ്ഞ 1 കോടിയോളം ആളുകൾ ഇതിൽ കൂടെ കടന്നു പോകുന്നു. And that means about 1 crore in Indian
numbers 1 crore people goes through depression. പ്രായമുള്ളവർക്കാണ് ഡിപ്രഷൻ കൂടുതൽ കാണുന്നത്. Many times we see older people are addicted to depression. നമ്മുടെ ഇടയിൽ പ്രായമുള്ളവരാ കൂടുതൽ. We have older folks in our church. അപ്പം ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ ഡിപ്രസീവ് സിംറ്റംസും ഡിപ്രഷനും കാണുന്ന പ്രായമുള്ളവർക്കാണ്. More than the young people, most of the older folks go through depression. അവർ മച്ചുവർ അല്ലാത്തത് കൊണ്ടല്ല. Not because they are mature. അപ്പൊ മച്യൂരിറ്റി എന്ന് പറയുന്നതന്നെ നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്തോ മച്യൂരിറ്റി, പക്വത എന്ന് പറയുന്നത്. So we must understand what maturity really means. നമ്മൾ പലപ്പോഴും ഓർക്കും മച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഒഫൻഡ് ചെയ്യാത്ത, മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താത്ത ആളുകൾ. Oftentimes we must misunderstand maturity to be somebody who does not offend others or incongenial to others. അത് മാത്രമല്ല മച്യൂരിറ്റി. But that is not only maturity. മറ്റുള്ളവരാൽ ഒഫൻഡഡ് ആകപ്പെടാത്തവരും കൂടിയാണ് മച്യൂരിറ്റി. Maturity is also not being offended by others. ഏതൊരു വാക്കും ഏതൊരു പ്രവൃത്തിയും ഇടർച്ചയായിട്ട് എടുക്കുന്നവർ. But some people take offense to everything and every word that is being said. അത് മച്യൂരിറ്റിയുടെ ഭാഗമല്ല. That is not part of maturity. നമ്മുടെ ജീവിതയാത്രയിൽ പലതും കേട്ടെന്നിരിക്കാം, പലതും പറഞ്ഞെന്നിരിക്കാം, പലരും പല വിധത്തിൽ നമ്മോട് ഇടപെട്ടു എന്നും വന്നേക്കാം. In our journey of life, we may have listened to other things, we have heard things that are not pleasant to us. Those things will happen. അപ്പോൾ അതിനെ ഒഫൻസ് ആയിട്ട് എടുക്കാതെ നോക്കാൻ കഴിയുന്ന ഒരു സമീപനം. But to an approach that you don't take offense to everything that you hear, that is not pleasing to you. അപ്പോൾ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങി വരാം. പ്രായമുള്ളവർക്ക് കൂടുതൽ ഡിപ്രഷൻ കാണുന്നുണ്ട്. And we come back to the subject that we commonly see depression in older people. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് their body is aging and they have this biochemical malfunctions of the body. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് പ്രായമാകുന്നത് പോലും ശരീരം വീക്ക് ആവുന്നു, അതുകൊണ്ടുള്ള അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. യെസ്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ പണ്ടത്തെ പോലെ നമുക്ക് ഓടാനും അധ്വാനിക്കാനും പറ്റുന്നില്ല. അതുപോലെ അവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, മരത്തെ കയറാൻ പറ്റുന്നില്ല, സ്റ്റെപ്പുകൾ കയറാൻ പറ്റുന്നില്ല, ഏക്കം വലിക്കുന്നു, മസിലുകളിൽ വേദന അനുഭവിക്കുന്നു, എന്തെല്ലാം പ്രയാസങ്ങളാണ്. As you get older, you see that you are not able to do the things you were able to do when you were young, climbing trees or running and do physical activities, those you were able to do easily when you were young. അപ്പൊ ഞാൻ ചെയ്തതുപോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ജീവിച്ചതുപോലെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് ഓർത്തുള്ള ഒരു ഡിപ്രഷൻ. So the depression happens because you are thinking about, hey, I'm not able to do all the things I was able to do when I was younger. ഒരുപക്ഷെ നമ്മൾ ചിലർ അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. So some of you may be going through that difficulty even as I speak. Women are more depressed than men. സ്ത്രീകളും ആണുങ്ങളെക്കാളും കൂടുതൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. അതിന്റെ കാരണം women are not because they are less spiritual, and not because അത് സ്ത്രീകൾ less spiritual ആയതുകൊണ്ടല്ല, പ്രത്യുത അവരുടെ ബോഡി കെമിസ്ട്രി gets out of balance at times. Because their body chemistry goes out of whack. അതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ വചനവും പറയുന്നത് സ്ത്രീ ജനം ബലഹീന പാത്രമെന്നും ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളുമെന്ന് ഓർത്ത് വിവേകത്തോടെ കൂടെ വസിച്ചോണം. And that's why the word of God describes women to be of simple attitude and goes through trouble more easily. അത് പലതും അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. And not a lot of those things are done intentionally. എന്റെ ഭാര്യയും കേൾക്കുന്നുണ്ട് ഇത്. I know my wife is listening to that. വീട്ടിൽ പോകുമ്പോൾ എന്നെ പിടിക്കുമായിരിക്കും. And she may be dealing with me when I get home. ഈ സ്ത്രീജനം ബലഹീന പാത്രമെന്ന് പറയുന്ന അവരെ ഒരു ബോഡി കെമിസ്ട്രി ഉണ്ടല്ലോ, അത് many times it goes out of balance. Women are described as weak because their body chemistry goes out of balance. അപ്പോൾ ഓരോ വിഭാഗത്തിലും ഉള്ളവരോട് നമ്മൾ ഇടപെടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടായി. So as you deal with each individual group, so we need to keep this in mind. ഞങ്ങളുടെ അച്ചായൻ ഞങ്ങളുടെ അപ്പച്ചൻ എന്താ ഇങ്ങനെ ഇടപെടുന്നത്? So why is our appachan or my dad dealing with me? എൻ്റെ ഭാര്യ എൻ്റെ സ്പൗസ് ഇങ്ങനെ ഇടപെടുന്നത് എന്താ? So why is my wife dealing with me this way? അപ്പോൾ ഇതിനെല്ലാം പല പല കാരണങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. So there are many reasons behind all those. ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന വിഷാദ രോഗം വന്നു കഴിയുമ്പോൾ അത് പലപ്പോഴും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ തന്നെ ബാധിക്കും. So many times the depression affects our immune system itself. ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിച്ചിട്ട് ക്യാൻസർ സെൽസ് വരുമ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ മേലാത്ത രീതിയിൽ ബലഹീനമാകും. So when your immune system is affected, then your cells are being affected and it becomes a difficulty. ഫേറ്റൽ സ്ട്രോക്കിന് 50% സാധ്യത കൂടുതലാണെന്നാ പറയുന്നത് ഡിപ്രഷനിൽ കൂടെ കടന്നു. So when you go through depression, it is said that you are prone to stroke
stroke about 50%. കാർഡിയക് അറസ്റ്റിന് 250% സാധ്യത കൂടുതലാണ്. So there is about 250% chance in increase of cardiac arrest when you go through depression. ഈ ഡിപ്രഷന്റെ ഭാഗമായിട്ടുള്ള സ്ട്രെസ് കൊണ്ട് നമ്മുടെ ഹോർമോൺ ലെവൽസിന് ഒത്തിരി മാറ്റം വരും. And because of the side effects of depression, our hormone levels can change very അത് നമ്മുടെ quickly. ഡയബറ്റീസിനെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കും. And it affects your diabetes. പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നവർക്കും ഇത് സത്യമാണ്. And it is true for also who was preaching to you. അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് സ്ട്രെസ് ഉണ്ട്. There are many stress associated with being in ministry. കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച് കഴിഞ്ഞ് ഞാൻ ഒരുപാട് കാലറി ഞാൻ ബേൺ ചെയ്തെന്ന്. I thought last week as I preached and I thought I burned a lot of calories. അപ്പം ഞാൻ ഓർത്തു ഷുഗർ ഒത്തിരി ഡൗൺ ആയി കാണും. So I felt like my sugar was down. വെറുതെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി പുറത്തിറങ്ങി കഴിഞ്ഞു. So after I got outside I checked. അപ്പോഴാ കണ്ടത് സാധാരണ കഴിക്കുന്ന എല്ലാ ആഹാരവും കഴിച്ചാലും ഷൂട്ടപ്പ് ചെയ്യാത്തതുപോലെ ഷൂട്ടപ്പ് ആയി നിൽക്കുക. So I realized even though I was eating ordinary food that I normally eat, my sugar level was pretty high. അപ്പോൾ പലതിനോടും അറ്റാച്ച് പല രഹസ്യങ്ങളും ഞാൻ നിങ്ങളോട് തുറന്നു പറയുക. പിന്നെ ഇനിയിപ്പോൾ അത് കുഴപ്പമാകണ്ട കേട്ടോ. I'm revealing a lot of my personal secrets with you. I hope you don't use that against me. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം ഒരുപാട് സ്ട്രെസ് ലെവൽസ് പലതിനോടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. So there are many stress levels attached to things that we deal with on a daily basis. അത് പലതിനെയും കോംപ്ലിക്കേറ്റ് ചെയ്യും നമ്മുടെ ജീവിതത്തെ, സങ്കീർണമാക്കും. It complicates things in our lives. അപ്പം അത് മറ്റു പലതിലേക്ക് നമ്മെ നടത്താൻ. So it leads to other complications. അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. So to really identify what we are dealing with, it is very essential. ഇതിനെ ഡീൽ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. So it is important to deal with the situation. അതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് ഞാൻ ഇന്ന് പകലിൽ കടന്നു. So that is why I'm coming to that point. ഞാൻ diagnosing why we are depressed. എന്തുകൊണ്ട് നമ്മൾ ഡിപ്രസ്ഡ് ആവുന്നതിനെ കുറിച്ചുള്ള ഡയഗ്നോസിസ് അത് നമുക്കൊന്ന് നിർണയം ചെയ്യാനുള്ള ശ്രമം ചെയ്യാം. വിജയിക്കുമെന്നല്ല, എല്ലാവരും വിജയിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. I'm not saying that we will be successful in diagnosing it, but just an attempt. പക്ഷേ നമുക്ക് ഒരു ശ്രമം നടത്തി നോക്കാം എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും ഡിപ്രസ്ഡ് ആകുന്നു. So let us attempt to try to figure out why I do get depressed often. നിങ്ങൾ ഓർക്കുമല്ലോ, ഞാൻ ബൈബിൾ ക്യാരക്ടേഴ്സിനെ മാത്രമല്ല പുറത്തു നിന്നുള്ള സെക്കുലർ എക്സാമ്പിൾസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. I shared secular examples of people, not only Bible characters, last week. അതിലൊന്ന് സ്പർജന്റെ എക്സാമ്പിൾ ആണ്. And I gave you Spurgeon as one of the examples. ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെട്ട ദൈവദാസൻ. A man who was used tremendously for the Lord. പ്രിൻസ് ഓഫ് പ്രീച്ചേഴ്സ് എന്നായിരുന്നു പേര് തന്നെ. He was known as the Prince of Preachers. പക്ഷേ ഭയങ്കര ഡിപ്രഷനിലൂടെ കടന്നുപോയി. But he went through tremendous depression. അതിനെക്കുറിച്ച് ഒരു പുസ്തകമുണ്ട്, സാക് എസ്വിൻ എഴുതിയ ഒരു പുസ്തകം. There is a book that is written about him. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാ, സ്പർജൻ സോറോസ് റിയലിസ്റ്റിക് ഹോപ്പ് ഫോർ ദോസ് ഹു സഫർ ഫ്രം ഡിപ്രഷൻ. And that the title of that book itself is Realistic Hope for Those Who Suffer. ആ പുസ്തകത്തിനകത്ത് ഡിപ്രഷനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുക. In that book itself, the depression is categorized into 3 different ways. അത് ഞാൻ ആരംഭത്തിലൊന്ന് പറയാം. So I want to share that with you. ഒന്നാമത്തേത് ഡിപ്രഷൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നിന്നുള്ള ഡിപ്രഷൻ. And the first type of depression is because of the pressure of the circumstance, the environment you live in. രണ്ടാമത്തെ ഡിപ്രഷൻ നമ്മുടെ ബയോളജിക്കൽ ആയിട്ട് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു ഡിപ്രഷൻ. The second is that you inherited through your biological being, by the very constitution makeup of every one of us. The way you are made up and the chemistry of your body, you inherited that. So circumstances കൊണ്ടുണ്ടാകുന്ന ഡിപ്രഷൻ ഉണ്ട്. There is a depression that caused by circumstances. നമ്മുടെ ഘടന അനുസരിച്ച് നാം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന അനുസരിച്ചുണ്ടാകുന്നതുണ്ട്. There is a depression associated with the body makeup. മൂന്നാമത്തേത് ഒരു സ്പിരിച്വൽ ഡിപ്രഷൻ. The third thing is that spiritual depression. ആ സ്പിരിച്വൽ ഡിപ്രഷനിൽ നമുക്ക് തോന്നുക നമ്മൾ തന്നെയാണ്. And in that spiritual depression, we often feel like we are alone. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, വലത്തോട്ട് നോക്കി കാണണമേ. Psalmist said, look to the right and see. എന്നെ അറിയുന്നവർ ആരുമില്ല. There is no one who knows me. ശരണം എനിക്ക് പോയിരിക്കുന്നു. And I have no help. എന്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നതുമില്ല. Nobody takes care of my soul and my well-being. അപ്പം ഇതിനേക്കാൾ എല്ലാം ശക്തമായി സ്പിരിച്വൽ ഡിപ്രഷനിലേക്ക് പോകുക എന്ന് പറയും. And so the most powerful part of the depression is the spiritual depression. അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടി വരുന്നത്. And that is why we have to emphasize that. ശാരീരികമായിട്ടുള്ള ഘടന അനുസരിച്ചുണ്ടാകുന്ന ഡിപ്രഷനേക്കാളും more than the depression that you're made up of your being, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമുള്ള ഡിപ്രഷനേക്കാളും more than the depression that is associated with the circumstances,
ആത്മീകമായിട്ടുണ്ടാകുന്ന ഡിപ്രഷൻ വളരെ അപകടം നിറഞ്ഞതാണ്. So the spiritual depression is the most dangerous of them all. എല്ലാരും കേൾക്കണേ. Everybody listening. അതുകൊണ്ടാണ് ആത്മീകമായി നാം ഉണർന്നിരിക്കേണ്ടത് And അത്യന്താപേക്ഷിതമായി. that is why we must be careful and spiritually awakened. അതുകൊണ്ടാണ് നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായി. That is why it is essential that we must examine ourselves. ദൈവം ഉപേക്ഷിച്ചെന്ന് തോന്നുന്ന ചില സമയങ്ങൾ. There are times when we think God has left us and abandoned us. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? Any of you felt that way? യഹോവ കൃപ കാണിക്കുവാൻ മറന്നു കളഞ്ഞിരിക്കുന്നു. God has forgotten to show mercy towards me. സങ്കീർത്തനക്കാരൻ പറയാം, അങ്ങനെയാണെങ്കിൽ എന്റെ കഷ്ടകാലം തന്നെയാ. And if I think that way, that would be surely the worst day of my life. അത്യുന്നതന്റെ കരം വരുത്തിയ സന്ദർശനത്തിന്റെ കാലമാണത്. And it is the day of the visitation of the mighty God. മനുഷ്യർ ഉപേക്ഷിക്കുന്ന ഒരു പരിധി വരെ നമുക്ക് നിൽക്കാൻ പറ്റും. When people abandon us, we can deal with it for a certain level. എന്നാൽ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നെന്ന് തോന്നിയാലോ? But what happens when God abandons us? അത് ഭയങ്കര സീരിയസ് ആയിട്ട് ഡീൽ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്. It is something very difficult to deal with. സോ ഇന്ന് രാവിലെ നമുക്ക് ഈ പല വിധത്തിൽ ഉണ്ടാകുന്ന ഡിപ്രഷനെ കുറിച്ച് ഒന്ന് നോക്കാം. So let us look at some of the different examples of depression this morning. നമുക്കൊന്ന് കണ്ടുപിടിക്കാം നമ്മൾ ആരെങ്കിലും ഡിപ്രഷനിൽ കൂടെ പോകുന്നു. So let us examine ourselves and see if any of us are going through depression. അത് പാപമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. And I'm not talking about that is a sin അതിന് itself. ഒരു പരിഹാര മാർഗം എന്താണ്, എന്തുകൊണ്ടാണ് എന്നിൽ ഈ വിഷാദ രോഗമുള്ളത്? And we're looking for a remedy, and how can we evaluate that, and why is it there? അതിനെ നമ്മൾ എങ്ങനെ നേരിടാൻ പറ്റും? How can we face those difficulties? പലപ്പോഴും ഈ ഡിപ്രഷൻ ഉണ്ടാകുന്നതിന്റെ ആത്മീയ കാരണം ഞാൻ പറയാം. I will tell you the spiritual reason why depression happens. നമ്മുടെ രക്ഷയിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാഴ്ചപ്പാട് കുറവുണ്ട്. Because we do not have the assurance of what is involved in our salvation. നിങ്ങൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടോ? Are you listening to us? നമ്മുടെ രക്ഷ ഒരു പാക്കേജാണ്. Our salvation is a package. നമ്മൾ രക്ഷ എന്ന് പറഞ്ഞു, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കർത്താവിനെ അറിയുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്റെ പാപം ക്ഷമിച്ചു. And when we think about salvation, we think our sins are forgiven. എന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനായിട്ട് ദൈവം അത് ചെയ്തതാ. And God has done that to take me home to heaven. ഇന്ന് രാവിലെയും ബൈബിൾ സ്റ്റഡിയുടെ സമയത്ത് ഞാൻ അത് ഓർപ്പിക്കുകയാണ്. And I reminded you even this morning as in the നമുക്ക് Bible study. ലഭിച്ചിരിക്കുന്ന രക്ഷയിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. There are many things contained in the salvation that we receive. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ മൂന്നാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. And Apostle John in the third epistle verse 2 says, പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ just like your soul is safe, നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. and I pray that you will be well in every situation. അപ്പൊ നമ്മുടെ രക്ഷ എന്ന് പറയുന്ന വലിയൊരു പാക്കേജാ. So our salvation is a big package. ഇത് വെറും പാപക്ഷമ മാത്രമല്ല. Not only is a forgiveness of our sin, പാപക്ഷമ നിസാരമല്ല. it is not don't consider that something easy. നിത്യജീവൻ നിസാരമല്ല. The eternal life is not easy. എന്നാൽ അതിനോട് ഒരുമിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ദൈവം തരുന്ന ചില കാര്യങ്ങളുണ്ട്. There are other things associated with that God gives us as gift. നമ്മുടെ ആത്മാവിൽ ശുഭമായിരിക്കണം. We need to be well in our spirit. നമ്മുടെ ദേഹത്തിൽ നമ്മൾ സുഖമായിരിക്കണം. In our body we need to be well. നമ്മുടെ മനസ്സിൽ നമ്മൾ ശുഭമായിരിക്കണം. Also in our mind we need to be well. So body, soul and spirit എല്ലാം ശുഭമായും സുഖമായും ഇരിക്കണം. In all three areas, body, spirit and soul, that we need to be well. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. That is what God desires. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. So let us look at our own lives. എനിക്ക് പാപക്ഷമയുണ്ടെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് മാത്രം ജീവിക്കാനല്ല. And not be complacent because you are saved. എൻ്റെ ആത്മാവിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ശരീരത്തിൽ ശുഭമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. God also desires us to be safe and sound in our soul and mind and body. എന്ന തിരിച്ചറിവോടെ നമുക്ക് ജീവിപ്പാൻ ഇടയാണ്. But we must understand and identify those things. അപ്പോൾ നമ്മുടെ രക്ഷയിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത്? So what is involved in our salvation? നമ്മളിപ്പോൾ ആരായി തീർന്നിരിക്കുകയാ? And who have we become? അവന്റെ കുടുംബത്തിലെ അംഗങ്ങളാക്കി നമ്മെ തീർത്തിരിക്കുകയാണെന്ന് ഓർത്ത് ദൈവത്തെ മഹത്വം കരേറ്റുവാൻ So we ഇടയാണ്. must praise God that he has made us family of his God, family of God. ഉയരെ പറക്കേണ്ട സമയത്ത് നിലത്തൂടെ എഴയാൻ ഇടയാകരുത്. And don't be crawling on the ground when you should be flying in the sky. ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. The word of God says that those who wait on the Lord will renew their strength. അവർ കഴുകന്മാരെ പോലെ ചിറ
ചിറകടിച്ചുയരും. And they will mount up like eagles in the sky. അവർ തളർന്നു പോകാതെ ഓടും. They will not be weary. ക്ഷീണിച്ചു പോകാതെ നടക്കും. They will not be faint and they will walk. ഹല്ലേലൂയ. Hallelujah. അപ്പം വെറുതെ നമ്മൾ ഇങ്ങനെ നിലത്തൂടെ ഇഴഞ്ഞൊരു സർവൈവലിസ്റ്റുകളായിട്ട് ഇങ്ങനെ പോകരുത്. So don't be a survivalist crawling on the ground when you should be flying in the sky. ദൈവം നമുക്ക് നൽകിയ രക്ഷയിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നെന്നുള്ള ഒരു ധാരണ അറിവ് നമുക്കുണ്ടാകണം, നിർണയം ഉണ്ടാകണം. So you should have an assurance of what God has given us along with that salvation. അതുള്ളവർ കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് If സ്തോത്രം you ചെയ്യാം. have that, raise your hands and praise God. Hallelujah. Hallelujah. We belong to the family of God. നമ്മൾ ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഒരു സ്പിരിച്വൽ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം നമുക്ക്. We must have a spiritual checklist. വെറുതെ ബ്രാൻഡ് ചെയ്ത് ഉണ്ട് ഇല്ല, ഉണ്ടാകുമായിരിക്കും ഇല്ലാകുമായിരിക്കും എന്നൊന്നും പറഞ്ഞു വിടാനല്ല. And not to ignore like maybe I have it or maybe I don't, but just don't be complacent. പക്ഷേ എനിക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം. We should have a checklist. ആ ചെക്ക് ലിസ്റ്റിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, And in that checklist we should ask ourselves, വാസ്തവമായി യേശുവിനെ എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ? have I really truly accepted Jesus as my personal savior? ഇന്ന് രാവിലെ ഞാൻ ചോദിച്ച എത്ര പേർക്ക് അത് ധൈര്യമുണ്ട്? How many of you can boldly say that I have been saved? എത്ര പേര് കൈകൾ ഉയർത്തി കർത്താവിന് സ്തോത്രം How ചെയ്യും? many of you will raise hands and praise God? ഹല്ലേലൂയ. Hallelujah. നമുക്കൊരു ധൈര്യമുണ്ട്, യേശു എൻ്റെ രക്ഷകൻ. We should have that boldness that Jesus is my savior. അവനെ ഞാൻ രക്ഷകനായി എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. I have accepted him as my personal savior. അവനെ രക്ഷകനായി സ്വീകരിക്കുക മാത്രമല്ല, Not only had accepted as a personal അവനെ savior, എൻ്റെ ജീവിതത്തിന്റെ കർത്താവായി ഞാൻ and സ്വീകരിച്ചിട്ടുണ്ട്. he is the Lord of my life. അപ്പോൾ ഓരോ ദിവസവും അവൻ പറയുന്ന അനുസരിച്ച് എൻ്റെ ജീവിതം എന്നാ പറയുന്നതിന്റെ So അർത്ഥം that means that you are living day by day according to his will. എന്റെ ഇഷ്ടമല്ല അവന്റെ ഇഷ്ടം, അതിനായിട്ട് അതിനെ ഏൽപ്പിക്കുന്നത്. Not my will, but his will. I'm surrendering myself to his will. കുറവുകൾ വരികയില്ലെന്നല്ല, I'm not saying that you will not have shortcomings. അപൂർണത വരികയില്ലെന്നല്ല, I'm not saying that you will be perfect. എന്നാൽ അതിന്റെ എല്ലാ മധ്യത്തിലും അകത്ത് നിന്നുള്ള ഒരു തിങ്ങൽ നമുക്ക് അനുഭവപ്പെടും. But along with all that, there should be a heartbeat that goes after അവൻ God. എന്റെ കർത്താവാണ്, He is my Lord. അവനെ അനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത്. I need to be obedient to him. ദിനം പ്രതിയുള്ള സമർപ്പണത്തോടെ I ജീവിപ്പാനിടയാവും. surrender and submission to him on a daily ആ ഒരു basis. ചെക്ക് ലിസ്റ്റ് നമുക്ക് ഉണ്ടാകണം. Do you have that checklist? രണ്ടാമത് നമുക്കൊരു സെൽഫ് ഇമേജ് എന്താണെന്ന് കണ്ടുപിടിക്കണം. And so also we need to find what that self-image is. എന്താ നമ്മളെ കുറിച്ചുള്ള നമ്മുടെ ഇമേജ്? What is the image that you have about yourself? എത്ര ദിവസം നമ്മൾ രാവിലെ ഇരുന്ന് കർത്താവിന് സ്തോത്രം ചെയ്യും, എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതിനായി സ്തോത്രം. How many of you will get up in the morning and say, Lord, thank you for creating me the way I am? ഹല്ലേലൂയ. Hallelujah. പലരും സഫർ ചെയ്യുന്നത്, പലരും സ്ട്രഗിൾ ചെയ്യുന്ന പുവർ സെൽഫ് ഇമേജ്. And many people suffer with the poor self-image. അപ്പൊ നമ്മൾ വാല്യൂ കൂട്ടാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. So we try to add to that self-image. എനിക്കൊരു നല്ല സെൽഫ് ഇമേജ് ഇല്ല, I don't have a good self-image. എന്നെ കണ്ടാ കൊള്ളത്തില്ല, I don't look good. എന്റെ നിറം ശരിയല്ല, My color is not the right color. ഞാൻ ആവശ്യത്തിന് ഉയരമില്ലാത്ത ആളാ, I don't have enough height. അല്ലെങ്കിൽ ഇന്നിന്ന കുഴപ്പങ്ങളെല്ലാം എനിക്കുണ്ട്. And all these physical limitations I have. അപ്പൊ എനിക്ക് ഈ പുവർ സെൽഫ് ഇമേജ് ഒന്ന് മാറ്റണം. So we need to change that poor self-image about ourselves. അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. So I try to do a lot of things. ഒരുപാട് ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രി എല്ലാം ത്രൈവ് ചെയ്യുന്നതിന്റെ കാരണം അതാ. And that is why the cosmetic industry is doing very well. ഒരുപാട് മേക്കപ്പുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. And we do a lot of makeup. ഒത്തിരി ആർട്ടിഫിഷ്യൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. A lot of artificial things. അതെല്ലാം ഇവിടെ പറഞ്ഞ നിങ്ങളെല്ലാം എന്നോട് വേണം, ഒത്തിരി പേര് വേണം. And if I explain that, I know you will be mad at me. പലതും നമ്മൾ ആർട്ടിഫിഷ്യലാ. And many of those things are fake or artificial. ഹെയർ ആർട്ടിഫിഷ്യലാ, നമ്മുടെ കളർ ആർട്ടിഫിഷ്യലാ, നെയിൽസ് ആർട്ടിഫിഷ്യലാ, കളർ ഓഫ് ദ സ്കിൻ ഈസ് ആർട്ടിഫിഷ്യൽ, ഒത്തിരി ആർട്ടിഫിഷ്യാലിറ്റി. And the hair, the color of the skin, and nails, all kinds of things, they're all fake. ആരും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ എല്ലാം എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? I'm not blaming anybody, but do you know why we do that? For the sake of creating value. നമുക്ക് മൂല്യം ആഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. ഇതില്ലാതെ എനിക്ക് വാല്യൂ ഇല്ല. Without that I have no value. അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. Because of that I need to do it. അപ്പൊ നമുക്കൊരു poor
പൂർ സെൽഫ് ഇമേജുമായിട്ട് ജീവിക്കുമ്പോൾ എപ്പോഴും സാധ്യത കൂടുതലാണ്. And so it is very possible when you live with a poor self-image, you are wanting to do those things. സ്ലോലി നമ്മൾ ഈ വിഷാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. So slowly we are drifting into this depression. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് നല്ലൊരു സെൽഫ് ഇമേജാ. And all of us should have a good self-image about എന്ന് പറഞ്ഞാൽ ourselves. ലോകത്തിലെ ഏറ്റവും യോഗ്യനായ ആള് ഞാനാണെന്നുള്ള ഉണ്ടാകണമെന്നല്ല. You must think that you are the most handsome or beautiful person in the world. സുന്ദരന്മാരിൽ സുന്ദരൻ, സുന്ദരികളിൽ സുന്ദരി എന്ന് പറയണമെന്നൊന്നുമല്ല ഞാൻ I'm പറഞ്ഞത്. not saying that you need to say that you are the most beautiful person. എന്നെ ദൈവം തന്റെ ഹിതപ്രകാരം സൃഷ്ടിച്ചു. And I am created by God in His will. ഇങ്ങനെ ദൈവം എന്നെ സൃഷ്ടിച്ചതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. There is a purpose and a plan for God to create me this way. അപ്പൊ നമ്മുടെ ആരുടെയും വലിപ്പമെന്ന് പറയുന്നത് നമ്മുടെ ആഡ് ഓൺസ് അല്ല, നമ്മുടെ ആർട്ടിഫിഷ്യൽ എഫേർട്സ് അല്ല. So the things that make us big is not because our add-ons or artificial things. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ ആരായിരുന്നെന്ന് കർത്താവ് പറഞ്ഞു. Jesus said, who was the one born of the woman who was the best or the greatest? ആരായിരുന്നു? Who was it? യോഹന്നാൻ സ്നാപകൻ. John the Baptist. അവൻ പറയുന്ന അവന്റെ വേഷവിധാനം എന്നതായിരുന്നു. What was he dressed in? ഒട്ടക രോമോ ആട്ട് തോലും അല്ലേ? അല്ല, ഒട്ടക രോമവും ഒട്ടക വാറും ആട്ടുരോമം തോലും ഒക്കെ ഉടുത്തോണ്ട് നടന്നയാളായി യോഹന്നാൻ. And he walked around in camel's hair and sheepskins and all those things. എത്ര നല്ല ക്ലോത്തിങ് നമ്മളിങ്ങനെ മാറി മാറി നോക്കും. And we look at clothing over and over again. അവന്റെ ഓഡിയൻസോ? And who were his audience? മെഗാ ചർച്ചിലായിരുന്നു അവൻ ശുശ്രൂഷിച്ചത്. Was he in a mega church preaching? അങ്ങൊരു മരുഭൂമിയില്. And he was in the desert. അവൻ എന്നിട്ട് തന്നെ പറയുകയാണ്, And even then he was saying, ഞാൻ മരുഭൂമിയിൽ കേൾക്കപ്പെടുന്ന ശബ്ദമാണ്. I am the voice in the desert. ഞാൻ മണവാളനല്ല. I am not a groom. മണവാളൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്. And he is coming behind me. കുനിഞ്ഞ അവന്റെ ചെരുപ്പിന്റെ വാർ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. I am not even to go down to and take out his sandal. ആ മണവാളൻ ഉള്ളിടത്തോളം ആ മണവാളന്റെ ശബ്ദം കേട്ട് സന്തോഷിക്കുന്ന ഒരുവൻ മാത്രമാണ് ഞാൻ. I am only the one who rejoicing in the voice of the groom that is to come behind me. അവന്റെ പർപ്പസ് അറിഞ്ഞായിരുന്നു. And he understood the purpose of his creation. കർത്താവ് പറയും അവനാ ഏറ്റവും വലിയവൻ. And Jesus is saying he is the greatest among all the men. ഞാൻ വിശ്വസിക്കുന്ന ഇന്നും കർത്താവ് അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. And I truly believe even today God is saying the same thing. ഏറ്റവും വലിയവർ ആരാ? Who is the greatest among all of us? തങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ പർപ്പസ് തിരിച്ചറിഞ്ഞവർ. The one who identify the purpose for themselves, they are the greatest. ആഡ് ഓൺസിന് വേണ്ടി ജീവിക്കുന്നവരല്ല. Not because you live for add-ons. ആർട്ടിഫിഷ്യാലിറ്റിക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല. Not because you live for artificial life. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എനിക്ക് നിറവേറ്റണം. And I want to fulfill the purpose God has for me. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ നമ്മുടെ ഒരു സെൽഫ് ഇമേജ്, Our self-image, അത് എൻ്റെ അച്ചീവ്മെന്റ്സിൽ അല്ല അടങ്ങിയിരിക്കുന്നത്. and that is not accomplished through our achievements. എത്ര വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിലും അതെല്ലാം മാറി പോകത്തില്ലേ? And all the achievements will go away. പ്രസിദ്ധനായ സീസറും പ്രസിദ്ധി പറ്റ സോളമൻ തുടങ്ങിയ വിജ്ഞരും അമർന്നുപോയി ഈ കാലചക്ര വിഭ്രമത്തിങ്കലെങ്കിൽ ഈ നമുക്ക് പിന്നെ എന്ത് ഗതി എന്ന മുഴുവൻ ഞാൻ ഓർക്കുന്നില്ല, പെട്ടെന്ന് മനസ്സിൽ വന്നത്. I remember this poem says Solomon and the great emperor, all these people over time they lost their fame and fortunes. വല്ലപ്പോഴും ഒക്കെ ഈ സഭാപ്രസംഗം ഒന്ന് വായിച്ചു നോക്കണം. Sometimes you need to read the Ecclesiastes. ഒരുപാട് വായിച്ചാൽ ചിലപ്പം ഡിപ്രഷൻ ആയി പോകും. I mean, if you read it every day you may get depressed. എങ്കിലും വല്ലപ്പോഴും വായിച്ചത് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കണം. But occasionally you need to read that. മായ 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 സകലവും മായ. It says everything is vanity, vanity, vanity. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു A കാലം. day to be born, a day to die. നടുവാൻ ഒരു കാലം, പറിപ്പാൻ ഒരു കാലം. A day to plant, a day to pluck. പണിവാൻ ഒരു കാലം, നഷ്ടപ്പെടുത്തുവാൻ ഇടിച്ചു കളവാൻ A ഒരു day കാലം. to build and a day to tear down. അപ്പം ദൈവം വെച്ചിരിക്കുന്ന ഒരു സൈക്കിളിൽ കൂടെ പോവുകയാ. And you're going through the cycle of what God has established. അവൻ തന്നെ പറയുക, ഞാൻ എന്തെല്ലാം ഉണ്ടാക്കിയെന്ന് അറിയാമോ? Do you know what he's saying? That do you know what I have done? ഞാൻ ഉദ്യാനങ്ങൾ നട്ടു. I have beautiful gardens. ഞാൻ വലിയ
ഡാംസ് ഒക്കെ നിർമ്മിച്ചു. I have built great dams. ഞാൻ വലിയ കെട്ടിടങ്ങൾ പണിതു. I have built great buildings. എനിക്ക് ആയിരക്കണക്കിന് ദാസന്മാരും ദാസിമാരും ഉണ്ടായിരുന്നു. I have thousands of servants. എന്റെ കണ്ണ് ആഗ്രഹിച്ചത് ഒന്നും ഞാൻ തടുത്തില്ല. There was nothing that I prohibited that my eyes put on. എല്ലാം ഞാൻ റിസീവ് ചെയ്തു, പ്രാപിച്ചു. Everything I wanted I had. എന്നാൽ എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. But listen to the summary of it all. ഇതിലൊന്നും ഒരു ലാസ്റ്റിംഗ് വാല്യൂ ഞാൻ കാണുന്നില്ല. I do not find any lasting value in any of these things. യഹോവയെ ഭയപ്പെട്ട് Fear God. അവന്റെ ഇഷ്ടം ചെയ്യുക. Fear God and do His will. അതല്ലോ സകല മനുഷ്യർക്കും വേണ്ടത്. And that is what is needed for every നിന്റെ human being. യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. Know your Creator when you are young. അപ്പൊ നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെന്റ്സ് അല്ല So our പ്രിയപ്പെട്ടവർ. values are not because of our achievements. ഒരു കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട്. I know one thing for sure. കർത്താവിന്റെ സന്നിധി ചെന്നാൽ If you go to the presence of God, ചെല്ലുമെന്ന എന്റെ വിശ്വാസം. I truly believe that. ചെല്ലുമ്പം കർത്താവ് ഒരിക്കലും എന്നോട് ചോദിക്കത്തില്ല, I know for sure He will never ask നീ me, ബില്ലി ഗ്രഹാമിനെ പോലെ ആകാഞ്ഞത് എന്ത്? why are you not like Billy Graham? അല്ല ഇന്നാരെ പോലെ പ്രസിദ്ധരായ ആളുകളെ പോലെ ആകാഞ്ഞത് എന്തെന്ന് ചോദിക്കത്തില്ല. He will never ask me, why are you like all these famous people? എന്നെ വെച്ചെടുത്ത് ഞാൻ വിശ്വസ്തനായിരുന്നു. I have been faithful in what God has planted me. എന്നെ ഏൽപ്പിച്ചതിൽ ഞാൻ വിശ്വസ്തനായിരുന്നു. I am faithful to God in what has been given to me. അതാ കർത്താവ് ചോദിക്കാൻ And that is പോകുന്നത്. what He's going to ask you. സോ ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യാൻ ശ്രമിക്കേണ്ട അച്ചീവ്മെന്റ്സ്. So there is no reason for you to add and make it look like you're somebody else. എന്റെ വാല്യൂ എന്താണെന്ന് അറിയാമോ? So do you know where your value is? The worth that God places on me. നമ്മളിൽ ദൈവം കണ്ടിട്ടുള്ള ആ മൂല്യമാണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. ദൈവം എന്നെ കുറിച്ച് എന്നെ കാണുന്നു. So എന്ത് കാണും? what does God see me as? ദൈവം ചിലപ്പം പറയാറുണ്ട്, ഞാൻ നിന്നെ എനിക്ക് വിലയേറിയവനും മാന്യനുമായി തെരഞ്ഞെടുത്തിരിക്കുക. God has said that I have chosen you as a meaningful vessel. എത്ര പേര് സന്തോഷിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യും? How many of you will praise God for that? ദൈവം പറയുന്ന നമ്മുടെ വാല്യൂ ഇതാന്നാ. But God is saying that is what your value നിന്നെ is. ഞാൻ വിലയേറിയവനും മാന്യനുമായി തെരഞ്ഞെടുത്തിരിക്കുക. I have considered you as precious and respectful. എന്റെ ഉള്ളം കയ്യിൽ നിന്നെ വരച്ചിരിക്കുക. I have drawn you in my palm of my hand. നിന്നെ തൊടുന്നവൻ എന്റെ കൺമണിയെ തൊടുകയാ. When somebody touches you as poking my eye, apple of my eye. അതുകൊണ്ട് തന്നെ നിനക്കെതിരായിട്ട് വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. There is no weapon will formed against you will not prevail. എന്റെ ദൂതന്മാരോട് ഞാൻ കൽപ്പിക്കും, I have told my angels, അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. and they will carry you in their arms. എന്തെല്ലാം പ്രോമിസസ് ആ പ്രിയപ്പെട്ടത്. Whatever promises we have received in the word of കർത്താവ് God. എനിക്ക് തന്നിരിക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. There is a value God has given me. അവർ നിർണയിച്ചിരിക്കുന്ന ഒരു വിലയുണ്ട്. He has put a price on my life. അതാ എനിക്ക് വേണ്ടത്. And that is what we need. അതാ എനിക്ക് ഓർമ്മപ്പെടുത്തേണ്ടത് എന്നെ തന്നെ. And that is what I need to be reminding myself. മനുഷ്യർ പറയുന്നതല്ല. Not what people say. എന്റെ ഉടുപ്പ് എന്റെ വസ്ത്രത്തിന്റെ ഭംഗിയല്ല. Not the beauty of my clothes or what I'm wearing. അല്ലെങ്കിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന വിധമല്ല. Not the way I minister to you. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന എന്നിൽ വെച്ചിരിക്കുന്ന ഒരു വിലയുണ്ട്. There is a value God has put in me and placed in me. അത് ഈ വചനം എന്നോട് പറയുന്നുണ്ട്. And that is what the word of God is telling അവന്റെ us. പരിശുദ്ധ ആത്മാവ് എന്നോട് പറയുന്നുണ്ട്. And the Holy Spirit is telling us that. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Because of that I praise God. Hallelujah. Hallelujah. Thank you my Jesus. Hallelujah. എനിക്കറിയാം ഈ രക്ഷയിലൂടെ എനിക്ക് സംഭവിച്ചത് എനിക്കറിയാം. I know what happened through my salvation. ഞാനൊരു പുതിയ സൃഷ്ടിയായി. I have become a new creation. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു കൊരിന്ത്യ ലേഖനത്തിലെ, Apostle Paul says in Corinthians, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. if anybody is in Christ, he is a new creation. പഴയത് കഴിഞ്ഞു പോയി, Old things are gone. ഇതാ സകലവും പുതുതായിരിക്കുന്നു. Behold, everything is new. ഹല്ലേലൂയ. Hallelujah. അത് നമ്മുടെ ജീവിതത്തിൽ നടന്നെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. If that happened in your life, we can rejoice. പിന്നെ നമ്മൾ ഡിപ്രസ്ഡ് ആകേണ്ട കാര്യം. There is no reason to be depressed. നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ടുണ്ട്. We are a new creation. ഒരു ന്യൂ ക്രിയേഷൻ ആണോ? Are you a new creation? ഹല്ലേലൂയ. Hallelujah. ഒരു വലിയ മാറ്റം നമ്മിൽ നടന്നോ? Has there a big transformation happened in you? സ്നാനപ്പെടുത്തുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, When we baptize, we say, ഉണങ്ങിയ പാപിയെ നനഞ്ഞ പാപിയാക്കുന്നതല്ല സ്നാനമെന്ന്. and to make a dry sinner a wet sinner. എന്ന് പറയുന്നത് പോലെയാ സാൽവേഷൻ എന്ന് പറയുന്നത് നട്ടപ്പഴും ഒരു കൊട്ട
പറിച്ചപ്പുറം ഒരു കൊട്ടയെന്ന് പറയുന്നതല്ല. And not that when you salvation is now when you were planted it was one bushel, when you were harvested it was also one bushel. ഒരു രൂഢമൂലമായ പരിവർത്തനം ചേഞ്ച് ഉണ്ടാകേണ്ടതാണ്. We must have a wholesome transformation. That's what salvation is. അപ്പൊ ഞാനൊരു പുതിയ സൃഷ്ടിയായിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. And so I am a new creation, so let us praise God. I am forgiven. എന്നോട് ദൈവന്റെ പാപം ക്ഷമിച്ചു തന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. My sins are forgiven, so let us praise God. എന്നെ നീതിമാനാക്കി തീർത്തു, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Let us praise God because He has made us righteous. എന്റെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് ഇത് സാധ്യമല്ലായിരുന്നു. Not by my own works it was impossible. എന്റെ കാഴ്ചകൾ കൊണ്ട് ഞാൻ അർപ്പിക്കുന്ന യാഗങ്ങൾ കൊണ്ട് സാധ്യമല്ലായിരുന്നു. It was impossible because of the offerings I made. എന്നാൽ ദൈവപുത്രന്റെ ചോര കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിച്ച് എന്നെ നീതീകരിച്ചു. By the blood of the lamb that I was washed and I was made righteous. ഹല്ലേലൂയ. Hallelujah. ദൈവം എന്നെ സ്നേഹിക്കുന്നെന്നാ പറയുന്നത് ഇപ്പോഴും. Even today we say that God loves us. തനിക്കുള്ളവരെ അവൻ അന്ത്യത്തോളം സ്നേഹിക്കുന്നു. He loves us until the very end. ഈ ഓഗസ്റ്റ് മാസം 4-ാം തീയതിയും കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. Even this August 4th God loves ഈ us. ലേക്ക് ലാൻഡിലും നമ്മെ സ്നേഹിക്കുന്നുണ്ട്. Even in this lakeland He loves us. നമ്മുടെ രോഗത്തിലും നമ്മെ സ്നേഹിക്കുന്നുണ്ട്. Even in your sickness He loves you. നമ്മുടെ ആരോഗ്യത്തിൽ അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. Even in your good health He loves നമ്മുടെ you. കുടുംബങ്ങളിൽ അവൻ നമ്മെ In സ്നേഹിക്കുന്നുണ്ട്. your family He loves നമ്മൾ you. കടന്നു പോകുന്ന അവസ്ഥകളിൽ അവൻ നമ്മെ In സ്നേഹിക്കുന്നുണ്ട്. every situation you're going through He loves ഈ you. ദൈവം നല്ലവനാ. This God is a good God. അതോർത്ത് കർത്താവിനെ മഹത്വം കരച്ചിക്കൊണ്ടിരിക്കണം. Let us remember that and praise God. Hallelujah. ഹല്ലേലൂയ. Amen. ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടല്ലോ. And we need to praise God because He has a plan and purpose for us. ആ പദ്ധതി ദൈവത്തിന്റെ പദ്ധതി നിറവേറുന്നത് വരെയാണ് എനിക്ക് ജീവിക്കേണ്ടത്. I want to live until that plan is fulfilled in my life. അതിനുവേണ്ടി എന്നെ ദിനംതോറും മാറ്റിയെടുക്കണമോ അവനത് ചെയ്തുകൊണ്ടിരിക്കും. And in order for me to fulfill that plan, He's transforming it. ചില കഷ്ടങ്ങൾ പ്രയാസങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോകണമോ അവനത് ചെയ്തുകൊണ്ടിരിക്കും. And if you need to go through some pain and suffering, He will do that. എനിക്ക് സൗഖ്യവും ആരോഗ്യവും വരുത്തണമോ അവനത് ചെയ്തുകൊണ്ടിരിക്കും. If He wants to deliver you from your sickness, He will continue to make that plan fulfilled in your എത്ര life. പേർക്ക് വിശ്വസിക്കാൻ പറ്റും? How many of you can remember that? Believe that? വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്, പിന്നെ രോഗം വരത്തേ ഇല്ലെന്ന്. Some people believe that if God's plan is there in your life, then there will not be any sickness. ദൈവത്തിന് എന്നെ കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ പിന്നെ ഫൈനാൻഷ്യൽ ക്രൈസിസ് വരത്തില്ല. Some people believe there won't be any financial crisis because God has a plan ഇല്ല, for me. ഞാൻ ഇവിടെ ജീവിക്കുന്ന ഓരോ ദിവസവും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാ. And I am living on this earth because it is a plan and purpose of ആ your life. പദ്ധതിയുടെ ഭാഗമായിട്ട് എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കും. So He will do whatever He needs to do to bring that plan and purpose in your life. സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളിൽ അത് ചെയ്തുകൊണ്ടേയിരിക്കും. Those who are surrendered to Him, and He will continue to fulfill that plan. മനസ്സിലാകാത്ത കാര്യങ്ങൾ ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. I have asked many things I don't have understanding. കർത്താവേ, ഞാൻ നിന്നെ പിൻപറ്റുന്നല്ലേ? Lord, I am following you. ബാല്യത്തിൽ നിന്റെ പിന്നാലെ ഇറങ്ങിയതല്ലേ? I left when I was a very young man. എന്തേ പിന്നെ ഇങ്ങനെ? Why are these things happening in my life? നമ്മ ദൈവത്തിന്റെ ആത്മാവ് പിന്നെ എന്നെ കാണിച്ചു But the തരികയാ. Holy Spirit is revealing many things to me. എനിക്ക് ബോധ്യം തരികയാ. And it is making me confirmation to me. ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. There is a plan God has ആ for you. പ്ലാനിലേക്ക് എന്നെ നടത്തുവാൻ, And to walk and fulfill that ആ plan in your പ്ലാൻ life. എന്നിൽ പൂർത്തീകരിക്കാനായിട്ട് To fulfill that plan in your life. തന്റെ ഹിതപ്രകാരമുള്ളതെല്ലാം ചെയ്തേ And പറ്റത്തുള്ളൂ. He needs to do everything according to His plan to fulfill that. ഇവിടെ ഇതാ നിന്റെ ദാസൻ എന്ന് പറയാനാണ് എന്നോട് പറയുന്നത്. And He's saying, here is your servant, O God. നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ദൈവം അത് ആഗ്രഹിക്കും. And that is what God desiring for each one of you. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദ നിമിത്തം, Because of the pressures of the circumstances that we live നമ്മുടെ in. ശാരീരിക ഘടന പ്രയാസങ്ങൾ നിമിത്തം, Because of the way the body makeup. നമ്മുടെ ആത്മീകമായിട്ടുള്ള സാഹചര്യങ്ങൾ നിമിത്തം, But because of our spiritual standing. ഒക്കെ പ്രയാസങ്ങളിലൂടെ പോകുന്നവര്, There are many who are going through difficulties. നമ്മളോട് തന്നെ ഇന്ന് രാവിലെ പറയാം. Let us speak to ourselves this morning. വചനത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. There are the promises of the word of God. നമ്മൾ ആരാണെന്ന് മറന്നു പോകരുത്. Don't forget who you are. നമ്മളെ പുതിയ സൃഷ്ടിയാക്കിയതാണെന്ന് മറന്നു പോകരുത്. Don't forget that you are a new creation. നമ്മുടെ പാപം ക്ഷമിച്ചതാണെന്ന് മറന്നു Don't പോകരുത്. forget that your sins are നമ്മെ forgiven. കർത്താവ് നീതീകരിച്ചതാണെന്ന് മറന്നു That പോകരുത്. He has made us righteous through His നമ്മെ blood. അവന്റെ കുടുംബത്തിന്റെ അംഗമാക്കിയതാണെന്ന് മറന്നു He has പോകരുത്. made us members of the family of അവന് God. നമ്മെ കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടെന്ന് മറന്നു പോകരുത്. Don't forget that He
He has a plan and purpose for your ഇന്നും അവൻ life. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മറന്നു പോകരുത്. And don't forget that He is continuing to work ഇന്ന് out that രാവിലെ plan അതുകൊണ്ട് in your നമുക്ക് life. എല്ലാവർക്കും ചെന്ന് കർത്താവിനൊന്ന് മഹത്വം കരേറ്റാം. Let us all lift our hands and praise God. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. Let us surrender ourselves in the presence of നമുക്ക് God. പ്രാർത്ഥിക്കാം. Let us pray. Thank you, Our Jesus. Heavenly Father, we thank you for this day. Thank you for speaking to us, Lord. We may be going through difficulties and depression in our life because of the situations, the three things that we have heard, Lord. But more than anything else, the spiritual depression, the things because we are looking at ourselves to change what you had planned for us, Lord. Help us to identify the plan and purpose for our lives. Lord, that is to honor you. That is to live every breath of our life Amen. until the day you call us home. Help us to fulfill that purpose and plan. Amen. Identify Amen. that, Lord. Whatever comes our way, because of that, Lord, it is by your doing, it is by your knowing, oh God. Yes. Father, help us to understand that as well, Father. We thank you for those who are listening to us, those who are listening to us online, Father. I pray for those people who are dealing with the same difficulties, Lord. None of us are exempt from these things, Father. But help us to identify those in our own lives and live daily for you, Father. We thank you and praise you for enabling your servant to preach the word to us this morning. We give you praises, Lord. In Jesus Christ, the Lord's precious name we pray. Amen. 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 Thank you, Sam. Thank you so much for listening to us. Before we